സദാകാലം നീ ഗുണമായിരിക്കണമോ, നീ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണം. അതേ പ്രിയരെ, സദാകാലം നീ ഗുണമായിരിക്കണമെങ്കിൽ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു പ്രഭാതമെന്ന് ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകലിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം നിങ്ങളോട് ദൈവാത്മാവ് കൃത്യമായി ഇടപെടട്ടെ. തുടർമാനമായുള്ള സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാകുന്നു എന്ന് കേട്ടതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പകലും ദൈവാത്മാവ് നിങ്ങളോട് കൃത്യമായി സംസാരിക്കട്ടെ. അനേക സാക്ഷ്യങ്ങൾ എഴുന്നേറ്റ് വരാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് കൈമാറട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം സങ്കീർത്തനം അതിൻ്റെ 27-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. പ്രിയരെ, ജീവിതത്തിനകത്ത് ഒരു സുഖകരമായ അന്ത്യം വേണമെങ്കിൽ, സന്തോഷം വേണമെങ്കിൽ, ശാശ്വതമായ ഡിവൈൻ പീസ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി: നീ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യാം. പലരും പറയാറുണ്ട്, പക്ഷേ എന്നോട് സന്തോഷത്തോടെ നിൽക്കുന്നവരോട്, അല്ലെങ്കിൽ എന്നോട് ചേർന്ന് നിൽക്കുന്നവരോട് ഞാൻ ആ രീതിയിൽ ചേർന്ന് നിൽക്കും. അർത്ഥം, എന്നോട് ഗുണം ചെയ്യുന്നവരോട് ഞാൻ തിരിച്ച് ഗുണം ചെയ്യും. പക്ഷേ എന്നോട് ദോഷം ചെയ്താൽ അവരെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അവരോട് ഞാൻ അറിയാണ്ട് തന്നെ എൻ്റെ രീതിയിൽ ഞാൻ അങ്ങ് പ്രവർത്തിച്ചു പോകും എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ദൈവാത്മാവ് വ്യക്തമായി ഈ പകൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്: സദാകാലം സുഖമായി വസിക്കണമോ, നീ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണം. ജീവിതത്തിനകത്തുള്ള ദോഷങ്ങൾ, ജീവിതത്തിനകത്ത് രഹസ്യവും പരസ്യവുമായുള്ള ജഡത്തിലെ സ്വഭാവങ്ങളെ വെട്ടിമാറ്റി മാറ്റേണ്ടതും ഒരു ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്ത ഒരു ആശ്വാസം, സ്വസ്ഥത ദൈവം നിനക്ക് തരും. നമ്മളിൽ പലരും ഇങ്ങോട്ടെന്ത് ലഭിക്കുമെന്ന് കരുതി അങ്ങോട്ട് പ്രവർത്തിക്കുന്നവരാണ്, അല്ലേ? ഇങ്ങോട്ട് നന്മ ചെയ്യുന്നവരോട് നമ്മൾ നന്മ ചെയ്യും. ഞാനിങ്ങനെ ചോദിക്കട്ടെ, ദോഷം ചെയ്യുന്നവരോട് നിങ്ങൾ തിരിച്ച് ദോഷം ചെയ്യുമോ, നന്മ ചെയ്യുമോ? അവിടെയാണ് വിഷയം. അവിടെയാണ് നമ്മൾ തിരിഞ്ഞു വരേണ്ടത്. ദോഷം ചെയ്യുന്നവന് നമ്മൾ ദോഷമല്ല ചെയ്യേണ്ടത്, അവനും നന്മ ചെയ്യുക. അറിഞ്ഞുകൊണ്ട് തന്നെ, അവൻ നമുക്കെതിരെയാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, നമ്മുടെ ദോഷം കാണാനാണ് കൊതിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, ഹൃദയത്തിനകത്തൊന്നും വയ്ക്കാതെ, ഒരു കയ്പോ ഈർച്ചയോ ഒന്നും വയ്ക്കാതെ, ശുദ്ധ മനസാക്ഷിയോടുകൂടെ അവന് നന്മ ചെയ്യാം. പൗലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, തിന്മ ചെയ്യുന്നവനോട് നന്മ ചെയ്യുക, നന്മ ചെയ്യാൻ പഠിക്കുക. തിന്മ ചെയ്യുന്നവനോടും നന്മ ചെയ്യാൻ പഠിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിനകത്ത് പഠിച്ചാൽ സദാകാലം ശുഭമായിരിക്കും, സുഖമായിരിക്കും. ഞാനിങ്ങനെ പറയാം, പ്രിയരെ, വേദപുസ്തകത്തിനകത്തൊരു കഥാപാത്രമുണ്ട്. 17-ാമത്തെ വയസ്സിൽ അവൻ കണ്ട സ്വപ്നം മുഖാന്തരം ഒരായുസ് മുഴുവനും നീണ്ട 30-ലധികം വർഷങ്ങൾ, 17-ാമത്തെ വയസ്സ് മുതൽ 33 വയസ്സുവരെ യോസേപ്പിനെ പിന്തുടർന്നത് വേദനാജനകമായ അവസ്ഥകളാണ്. ഇതിനെല്ലാം കാരണക്കാരനായത് അവൻ്റെ സഹോദരങ്ങളാണ്. സ്വന്തം സഹോദരങ്ങൾ
അവൻ്റെ ജീവിതത്തിനകത്ത് ദോഷം ചെയ്തു. ആർക്കാ സഹിക്കാൻ കഴിയുന്നതല്ലേ? ഒരേ പാത്രത്തിൽ നിന്ന് കഴിച്ച്, ഒരേ പായിൽ കിടന്നുറങ്ങി, ഒരേ ഭവനത്തിൽ പാർത്ത് സന്തോഷത്തോടും സമാധാനത്തോടും മറ്റുള്ളവരെക്കാൾ നമ്മേക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠരെന്നെണ്ണി മുന്നേറുന്നൊരു കുടുംബത്തിനകത്ത് കണ്ടോ, തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ യോസേഫിനെതിരെ ദോഷം നിരൂപിക്കുകയാണ്, ദോഷം പ്രവർത്തിക്കുകയാണ്. അവനെ പൊട്ടക്കിണറിലിട്ടു, അടിമച്ചന്തയിൽ വിറ്റു. ഇതെല്ലാം അവനെതിരെ ദോഷമാണ് ചിന്തിക്കുന്നത്. അവരെല്ലാം യോസേഫിനെതിരെ ദോഷം ചെയ്യുക. പക്ഷെ യോസേഫ് ഒരിക്കൽ പോലും, ഒരു സെക്കൻഡ് പോലും തൻ്റെ സഹോദരന്മാർക്കെതിരെ ദോഷം നിരൂപിച്ചില്ല. പ്രിയരെ, ദോഷം നിരൂപിച്ചില്ല. ദോഷം നിരൂപിച്ചിരുന്നു എങ്കിൽ കാലഘടികാരങ്ങളുടെ നിയന്ത്രിതാവായ കർത്താവ് അടിമച്ചന്തയിൽ നിന്ന് അതേ യോസേഫിനെ രാജകൊട്ടാരത്തിനകത്ത് പ്രഥമ സ്ഥാനം നൽകി ആദരിച്ചു ദൈവം നിർത്തുന്ന മാന്യതയുടെ വസ്ത്രം ധരിച്ച നാളിൽ ദേശം മുഴുവനും ക്ഷാമം വെളിപ്പെടുമ്പോൾ, ദേശം മുഴുവനും കഷ്ടതയും നിന്ദയും വെളിപ്പെടുമ്പോൾ, വേദനാജനകമായ ക്ഷാമത്തിൻ്റെ നാളുകൾ വെളിപ്പെടുമ്പോൾ, ഇന്ന് കാലിച്ചാക്കുമായി വരുന്ന 10 യോസേഫിൻ്റെ സഹോദരന്മാരാണ്. ആരാണോ യോസേഫിനോട് ദോഷം ചെയ്തത്, അവർ കാലിച്ചാക്കുമായി വരികയാണ്. അവിടെ നിന്നൊരു ദൂത് ഞാനിങ്ങനെ പറയാം: നീ ആർക്കെതിരെയും ദോഷം നിരൂപിക്കണ്ട, നീ ദോഷം പ്രവർത്തിക്കണ്ട. നീതിയുള്ളൊരു ദൈവമുണ്ട്, നീതിയുള്ളൊരു ന്യായാധിപനുണ്ട്. ദൈവം അവനവൻ ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായ പ്രതിഫലം കൊടുപ്പാൻ കൂലി അവൻ്റെ പക്കലുണ്ട്, പ്രതിഫലം അവൻ്റെ പക്കലുണ്ട്. കേട്ടോ, ആരും നിനക്കെതിരെ നിന്നോട്ടെ കുഞ്ഞേ. കൂടെ പഠിക്കുന്നവരായിക്കൊള്ളട്ടെ, കൂടെ ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, സ്വന്തം കുടുംബത്തിൽ നിന്നായിക്കൊള്ളട്ടെ, നിന്റെ നാശം കാണാൻ അവർ ദോഷം പ്രവർത്തിക്കുകയാണ്, നിരൂപിക്കുകയാണ്. ഡോണ്ട് വറി, നീ തകരില്ല. കാരണം നീ ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. നീ സ്തുതിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ഒരുത്തൻ ദോഷം നിരൂപിച്ചത് കൊണ്ട് തീർന്നു പോകുന്നതല്ല നിന്റെ ഭാവി. ഒരുത്തൻ ദോഷം നിരൂപിച്ചത് കൊണ്ട് തീർന്നു പോകുന്നതല്ല ദൈവദാസനെ നിന്റെ ശുശ്രൂഷ, നിന്റെ കുടുംബം, നിന്റെ തലമുറകൾ. വിശ്വസിക്കുക കേട്ടോ, ഇതുവരെയും ഇല്ലാത്ത മാന്യത നിന്നെ തേടി വരുന്ന ഒരു നല്ല നാളെ വെളിപ്പെടാൻ പോകുകയാണ്. കാരണം ദൈവം നിന്റെ കൂടെയുള്ളത് കൊണ്ട്, ദൈവപ്രവർത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നത് കൊണ്ട്. യോസേഫിൻ്റെ അടുക്കൽ കാലിച്ചാക്കുമായി അവർ വരികയാണ്. യോസേഫ് അവർക്ക് കസേര ഇട്ട് കൊടുത്ത് ഓർഡറിനെ പിടിച്ചിരുത്തുമ്പോൾ ഒരു തരി പോലും യോസേഫിൻ്റെ മക്കൾക്കിടുന്ന പേരിന് പോലും അവൻ പലതും മറന്നെന്നൊക്കെ കരുതിയ പേരിടുന്നേ. കാരണം അപ്പം ഭക്തൻ്റെ ജീവിതത്തിനകത്ത് ദോഷമൊന്നും ഓർത്തു വയ്ക്കാൻ സമയമില്ല. കാരണം ദൈവം നടത്തിയ വിധം അത്രയും വലുതാ. ഇപ്പം കൽക്കാലം പലരോടും ഈർഷ്യയും വൈരാഗ്യവും ഒക്കെ വച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തെ അധികമായി സ്തുതിക്കാൻ കഴിയില്ല. ദൈവം തുറന്നു തന്ന വാതിലുകളും വഴികളിലൂടെയും നമുക്ക് സഞ്ചരിച്ചു പോകാൻ കഴിയില്ല. നമ്മൾ ഇടുങ്ങിപ്പോകും കേട്ടോ. അതുകൊണ്ട് ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം: കയ്പുകളെ മറക്കുക, ദോഷത്തെ മറന്നുകള, ദൈവസന്നിധിയിൽ നിൽക്കുക. വിശ്വസ്തയോടെ നീ സദാകാലം സുഖമായി വസിക്കും. ശത്രുക്കൾ, സ്വന്തം സഹോദരങ്ങൾ ശത്രുക്കളായി മാറുമ്പോഴും യോസേഫ് ഒന്നും അവർക്കെതിരെ തിന്നില്ല, ദോഷം നിരൂപിച്ചില്ല. കാലിച്ചാക്കുമായാണ് വരുന്നത്. ഇന്ന് യോസേഫിൻ്റെ ഭണ്ഡാരം നിറഞ്ഞതാണ്.
അവരെ കുത്തുവാക്കുകൾ പറഞ്ഞൊന്നും പറഞ്ഞില്ല. യോസേഫ് പറഞ്ഞൊരു മറുപടി, നിങ്ങൾ എനിക്കെതിരെ ദോഷം നിരൂപിച്ചു. സഹോദരന്മാരെ, നിങ്ങൾ എനിക്കെതിരെ ദോഷം ചെയ്തു, പക്ഷെ എൻ്റെ ദൈവമോ മഹാജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ അതിനു വേണ്ടി അനുഗ്രഹമാക്കി മാറ്റി. ഒരു ദൂത് ഞാൻ പറയാം. ഇന്ന് മനുഷ്യൻ നിനക്കെതിരെ നീ ദോഷം ചെയ്തെന്ന് പറയുന്ന ചില കാര്യങ്ങളില്ലേ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ ദോഷമെന്ന് നീ പറയുന്ന കാര്യങ്ങളില്ലേ, അതെൻ്റെ ദൈവം മഹാജനത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമാക്കി തീർക്കുന്ന ഒരു നല്ല നാളെ വെളിപ്പെടും. അന്ന് നീ സദാകാലം സുഖമായി വസിക്കാനാണ് യോസേപ്പേ നീ പൊട്ടക്കിണറിൽ വീണത്. നിനക്കൊരു സുഖകാലം വെളിപ്പെടാൻ വേണ്ടിയാണ്. നീ അടിമച്ചന്തയിൽ നിന്നത് സദാകാലം നീ സുഖമായി വസിക്കാൻ വേണ്ടിയാണ്. മാമേൻ 20 വെള്ളിക്കാശ് സഹോദരന്മാർ എണ്ണി വാങ്ങിയത് നീ സദാകാലം സുഖമായി വസിക്കാൻ വേണ്ടിയാണ്. പോത്തീഫറിന്റെ ഭവനത്തിനകത്ത് ചെയ്യാത്ത കുറ്റത്തിന് അപമാനമേൽക്കേണ്ടി വന്നത് സദാകാലം നീ സുഖമായി വസിക്കാൻ വേണ്ടിയാണ്. കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെടേണ്ടി വന്നത് സദാകാലം നീ സുഖമായി വസിക്കാൻ വേണ്ടിയാണ്. വിശ്വസിക്കാൻ തൻ്റെ ഇടമുണ്ടോ? അതുകൊണ്ട് ഈ പകൽക്കാലം ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, നിരൂപിക്കാതെ, സദാകാലം സുഖമായി വസിക്കത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുക. ഇന്നത്തെ വേദനകൾ നാളത്തെ ശുഭതകൾക്ക് വേണ്ടിയാണ്. ഇന്നത്തെ ഞെരുക്കങ്ങൾ നാളെ നിന്റെ രാജ്യത്വം സ്ഥിരമാക്കാൻ വേണ്ടിയാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന ദോഷങ്ങളുണ്ടല്ലോ, അത് നാളെ സദാകാലം സുഖമായി വസിക്കാൻ വേണ്ടിയാണ്. ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചോ. സ്വർഗീയമല്ലേ കർത്താവ്, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞെരുങ്ങുന്നവരുണ്ടപ്പാ, ഭാരപ്പെടുന്നവരുണ്ട്. ആരൊക്കെ പൊട്ടക്കിണലിട്ടതുപോലെ, ആരൊക്കെ ചെയ്യാത്ത കുറ്റത്തിന് അപമാനിക്കപ്പെട്ടതുപോലെ, എവിടെയൊക്കെ ഒതുക്കപ്പെട്ടവർ, ഏതൊക്കെ ഉപജീവന മേഖലകൾക്കകത്ത്, ഏതൊക്കെ ജോലി മേഖലകൾക്കകത്ത്, ഏതൊക്കെ വിദ്യാഭ്യാസത്തിനകത്ത്, ഏതൊക്കെ ബിസിനസ്സിനകത്ത് തകർന്നു പോയവരുണ്ട്. ഈ നിമിഷം ആത്മാവിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ ജീവിതത്തിനകത്തൊരു സുഖകാലം വെളിപ്പെടട്ടെ, നന്മയുടെ സീസൺ വെളിപ്പെടട്ടെ. ഇൻ ദി നെയിം ഓഫ് ജീസസ് ഞാൻ അങ്ങനെ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടും. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, വിശ്വസിക്കുക. നീ ദോഷം ചിന്തിക്കണ്ട, നിരൂപിക്കണ്ട. കാരണം നീ സദാകാലം ശുഭമായി സുഖമായി വസിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ഗോഡ് ബ്ലസ് യു. പ്രഭാതത്തിൽ ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വിളിച്ചിട്ട് ലഭിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക. ഞങ്ങൾ ഉറപ്പായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഗോഡ് ബ്ലസ് യു. ലെറ്റ് us സ്റ്റാർട്ട് അവർ ജേർണി വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? ആമേൻ, ആമേൻ.